എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേസരിയുടെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ മാമ്പഴമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വലിയ മാമ്പഴമാണെച്ചെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ഇട്ടെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വന്നാൽ കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് 1 കപ്പ് റവ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ റവ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം കുറുകി വരും. അപ്പോൾ റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസരി ചൂടാറി കഴിഞ്ഞാലും ഹാർഡാവാതെ നല്ല സോഫ്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മാമ്പഴം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാമ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മാമ്പഴം നോക്കി തിരഞ്ഞെടുക്കുക. നല്ല മധുരമുള്ള മാമ്പഴം നോക്കി തിരഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേസരിക്ക്. നമ്മൾ പുളിയുള്ള മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്നും വിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാമ്പഴ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. മധുരം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്